എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലുവിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്കും അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പൂർണിമയുടെ അടുത്ത് എന്നിട്ട് അച്ചു ചോദിക്കുകയാണ്, അല്ല അമ്മ എന്താ വരുന്നില്ല എന്ന് പറഞ്ഞേ. അമ്മ എഴുന്നേറ്റ് വാ, അമ്മ എന്ത് ഇരിപ്പായിരിക്കണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പൂർണ്ണം പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ എല്ലാരും കൂടെ പോയാൽ മതി എന്ന് പറയണം. അവിടെ പ്രതാപനും പത്മയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാരും കൂടെ സെലക്ട് ചെയ്താൽ മതി എന്ന് പറയാം. ഇത് കേട്ട ഋതു പറഞ്ഞു, അതെന്ത് വർത്താനമേ അമ്മ പറയണേ, അമ്മയും കൂടെ ഇല്ല ഞങ്ങൾ തന്നെ എങ്ങനെ പോണേന്ന് ചോദിക്കാം. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് കടയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാധവേട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ വരും. മുമ്പ് ഞാൻ എല്ലാ ആഴ്ചയും കടയിൽ പോകായിരുന്നു, പക്ഷെ ആ സമയത്ത് മാധവേട്ടൻ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ തന്നെയാണല്ലോ, അത് ഓർത്തുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ കടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മകൾ എന്നെ വേട്ടയാടൂന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം വല്ലാത്ത സങ്കടമായിപ്പോയി അച്ചുവിന്. അത് പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതു അങ്ങോട്ട് വന്നു. ഇതല്ലേ സേതു വന്നിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യുക, സേതുവിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ പറയണം. അത് ഋതുവിന് പക്ഷെ ഒട്ടും ഇഷ്ടമില്ല. പെട്ടെന്ന് സേതു വെച്ചല്ലേ എങ്ങോട്ട് പോകുന്ന കാര്യം പറഞ്ഞ്, അച്ചുവിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യം പറഞ്ഞ് നമ്മുടെ കടയിലേക്കേ. അപ്പൊ സേതുവും കൂടെ ചെല്ലാൻ പറയാം. അത് കേട്ട് അച്ചുവിന് ഭയങ്കര സന്തോഷമായി. സേതു പറഞ്ഞു, ഞാനേ DTP എടുക്കാൻ വേണ്ടി പല്ലവിയുടെ കൂടെ പോകാനായിട്ട് പുറത്ത് പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു പറയാം. അത് സാരമില്ലെന്ന് പറയണം. ഇപ്പൊ ഇവരുടെ കൂടെ ചെല്ലാൻ പറയാം. അങ്ങനെ അവർ ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ പല്ലവിയും കൂടെ അങ്ങോട്ട് വന്നു. ആഹാ, പല്ലവി വന്നല്ലോ. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, അതെ പല്ലവി ഒരു കാര്യം ചെയ്യാം, എൻ്റെ കൂടെ DTP എടുത്തിട്ട് വിടാന്ന് പറയണം. പെട്ടെന്ന് പൂർണ്ണം പറഞ്ഞു, എന്തിനാ DTP എടുത്ത് വിടുന്നേ, പല്ലവിയും കൂടെ നിങ്ങളോടൊപ്പം വരട്ടെ, സാരിയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം DTP എടുത്ത് വന്നാൽ മതിയല്ലോ എന്ന് പറയണം. അത് ശരിയാ, പക്ഷെ ഇതങ്ങോട്ട് ഋതുവിനും സ്വാതിക്കും ഇഷ്ടപ്പെട്ടില്ല. രണ്ടും കൂടെ മുഖം വെട്ടിച്ച് അങ്ങോട്ട് പോകണം. പല്ലവി പെട്ടെന്ന് പറഞ്ഞു, ഞാൻ പോകുന്നില്ല പൂർണ്ണിമമ്മേ, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം. പല്ലവി, നിന്റെ അനീത്തിയല്ലേ അച്ചു, നീ അങ്ങനെ കാണുവാണെങ്കിൽ നീ അവളോടൊപ്പം പോണം. ദേ അവൾക്ക് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറയാം. പൂർണ്ണിമ പറഞ്ഞ പിന്നെ പല്ലവിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. പല്ലവി അങ്ങനെ പോവാണ്. അങ്ങനെ അവരെല്ലാം കൂടെ കടയിലേക്ക് പൂർണ്ണിമ ടെക്സ്റ്റൈൽസിലേക്ക് ചെല്ലുവാണ്. അപ്പത്തേനും കുറുപ്പേട്ടൻ ഓടി വന്നു. എല്ലാരും ഉണ്ടല്ലോ, പല്ലവമ്മോളും ഉണ്ടല്ലോ എന്ന് പറയണം. ഇത് കേട്ടോ സ്വാതി പറഞ്ഞു, അതെങ്ങനെയാ, ചിലരൊക്കെ വലിഞ്ഞു കയറി വന്നോളൂ എന്ന് പറയാം. വിളിച്ചില്ലെങ്കിലും വേണ്ടുമല്ല, ഒരു നാണം ഇല്ലാതെ വലിഞ്ഞു കയറി വരും. പെട്ടെന്ന് സ്വാതി പറഞ്ഞു, അതെ നമ്മളൊക്കെ ഓക്കെ, ഇവിടെ ചിലരെ ആരാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. അല്ല ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ചോദിക്കില്ലേ ഇത് ആരാന്ന്, അപ്പൊ നമ്മൾ എന്ത് പറയും? കാമുകിയാന്ന് പറയണോ, ഭാര്യയാന്ന് പറയണോ, എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. അതോ മറ്റൊരുത്തിന്റെ ഭാര്യനെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയെന്ന് പറയണോ? ഇതെല്ലാം കേട്ട് പല്ലവിയുടെ മുഖം വല്ലാതെയായിപ്പോയി. പല്ലവിക്ക് വല്ലാത്ത സങ്കടം വന്നു. പല്ലവി ഒന്നും മിണ്ടാതെ സേതുവിന്റെ മുഖത്തേക്ക് നോക്കി. സേതു കണ്ണടച്ച് കാണിക്കണം, ഒന്നും മിണ്ടണ്ടെന്നുള്ള അർത്ഥത്തില്. കുറിപ്പേടം പറഞ്ഞു, നീ എന്തൊക്കെയോ സ്വാതിയെ പറയണേ, ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ, ദേ നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ പറയണം. അപ്പോഴേക്കും ഇതെല്ലാം കേട്ടോണ്ട് പത്മയും പ്രതാപനും നിഖിലും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പത്മയ്ക്കും പ്രതാപനും ഭയങ്കര സന്തോഷമായി സ്വാതി ഇങ്ങനെയൊക്കെ പറഞ്ഞേല്. പിന്നീട് ഋതുവിനെ പ്രതാപൻ അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ്. അല്ല ഈ സേതുവിനെ പല്ലവിനേക്ക് എന്തിനാ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കും. എന്ത് പറയാനാ എന്റെ അങ്കളെ, അവറ്റകൾ വലിഞ്ഞു കയറി വന്നതല്ലേ, നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ? പിന്നെ വന്നു പോയില്ലേ, ഇനിയിപ്പോ എന്തേലും ആട്ടെ എന്ന് പറയണം. അങ്ങനെ സാരി സെലക്ട് ചെയ്യാനായിട്ട് അവരെല്ലാം കൂടി പോവാണ്. പല്ലവിക്ക് വല്ലാത്ത വിഷമ. പല്ലവി അവിടെ നിൽക്കുന്നുണ്ടപ്പോഴത്തേനും സേതു പല്ലവിയുടെ നിന്നിട്ട് പറഞ്ഞു, അതെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അറിയാലോ എനിക്ക് സങ്കടമൊന്നുമില്ല, നമ്മളിതൊക്കെ പ്രതീക്ഷയല്ലേ ഇരിക്കണേന്ന് ചോദിക്കുക. പല്ലവി വല്ലാത്ത സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് സാരി സെലക്ട് ചെയ്യാൻ പോയി. അങ്ങനെ ഓരോന്നോരോന്ന് നോക്കുവാണ്. അങ്ങനെ അച്ഛന് അവസാനം ഋതു ഒരെണ്ണം എടുത്തു കൊടുത്തു. പക്ഷെ അച്ഛന് അതങ്ങോട്ട് അത്രയ്ക്കാണ്ട് പിടിച്ചില്ല. അപ്പത്തേനും പത്മ പറഞ്ഞു, അതെ നിഖിലിന് നല്ല സെൻസൊക്കെയുള്ള സാരി സെൻസൊക്കെ, അവൻ നല്ലവണ്ണം എടുത്തു വരുമെന്ന് പറയാം. ഇത് കേട്ടത് അച്ചു പറഞ്ഞു, വേണ്ട എന്റെ സാരി ഞാൻ സെലക്ട് ചെയ്തോളാന്ന് പറയാം. ഇത് കേട്ടതും മുഖത്ത് അടിയേറ്റവുമില്ലായി പത്മയ്ക്ക്. പെട്ടെന്ന് ഋതു ഒരു സാരി എടുത്തിട്ട് പറഞ്ഞു, ഇത് നിനക്ക് ചേരുമെന്ന് പറയാണ്. പക്ഷെ അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അച്ചുവിന്. അപ്പോഴേക്കും സ്വാതി ഒരെണ്ണമൊക്കെ എടുത്ത് കാണിച്ചു. ആ സമയത്ത് പല്ലവി അങ്ങോട്ട് വന്നു. പല്ലവി പറഞ്ഞു, ആ സാരി ഇങ്ങ് എടുക്കാൻ പറയാണ്. അങ്ങനെ ഒരു സാരി സെലക്ട് ചെയ്തു. ഒരു വാടാമുല്ല കളറുള്ള ഒരു സാരി സെലക്ട് ചെയ്യുകയാണ്. അത് പല്ലവി സെലക്ട് ചെയ്തതാണ്. അപ്പത്തന്നെ അത് അച്ചു വെച്ച് നോക്കി. അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം, നല്ല ഭംഗിയുണ്ടെന്ന് പറയാണ്. ഋതുവിന്റെ മുഖമൊക്കെ ഇങ്ങോട്ട് മാറി. എന്താണ് ഈ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. പത്മ പറഞ്ഞു, ഇതെന്ത് കളറാ, ഇത് മോൾക്ക് ചേരുന്നില്ലെന്ന് പറയാം. ഇനിയിപ്പം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ചേരുന്നുണ്ടെന്നൊക്കെ പറയാണ്. ഇതിൽപ്പോ ഒരു അടി കിട്ടാനില്ല ഋതുവിനും പത്മയ്ക്കും ഒക്കെ. പല്ലവിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുകയും ചെയ്തു. അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതു പല്ലവിയോട് പറഞ്ഞു, അതെ പല്ലവിക്ക് ഞാനൊരു സാരി എടുത്ത് തരാന്ന് പറയണം. പിന്നീട് ഒരു സാരി സെലക്ട് ചെയ്തിട്ട് സേതു അത് പല്ലവിക്ക് കൊടുക്കണം. പല്ലവി അത് വെച്ച് നോക്കി, എങ്ങനെയുണ്ട്, പല്ലവിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം. ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല ഭംഗിയുണ്ടെന്ന് പറയണം. അന്നെങ്കിൽ ഇത് കല്യാണത്തിന് ഇരിക്കട്ടെ എന്ന് പറയാം. എന്തിനാ സേതു വേട്ടാ, എനിക്ക് വേണ്ടാന്ന് പറയാം. അതെന്ത് പരിപാടിയാ, എന്റെ പെങ്ങളുടെ കല്യാണത്തിന് പല്ലവിക്ക് ഒരു സാരി മേടിച്ചിടാൻ പോലും എനിക്ക് പറ്റില്ലേ. ഒരു സാരി നല്ല പുതിയ സാരി വേണം കൊടുക്കാനായിട്ടെന്ന്. കല്യാണം അല്ലെന്ന് ചോദിക്കുകയാണ്.
എൻ്റെ വകയായിട്ട് ഇരിക്കട്ടെ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞു, 1000 രൂപയുടെ സാരിയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആളാ, അതെങ്ങനെയാ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ നല്ല വില കൂടിയതാ, അതുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടത്. വില കൂടിയ സാരി ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഇതിനു മുമ്പ് 1000 താഴെയുള്ള രൂപയുടെ സാരി എടുത്ത് ഉടുത്തോണ്ടിരുന്ന ആളല്ലേ, ഈ സാരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി എന്ന് പറയാണ്. ഇത് കേട്ടതും പല്ലവിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. പല്ലവി പെട്ടെന്ന് ആ സാരി അങ്ങോട്ട് വെച്ച അവിടേക്ക് എന്നിട്ട് അങ്ങോട്ട് പോവാണ്. സേതു ആ പുറകെ അങ്ങോട്ട് പോയി. ഇത് കൊണ്ട് സ്വാതി പറഞ്ഞു, കണ്ടില്ലേ പുറകെ പോന്ന് കണ്ടില്ലേ എന്ന് പറയാണ്. വെല്ലേട്ടനാണ് പോലും നാണമില്ല അയാൾക്ക് ഇങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ ഇങ്ങനെ മണപ്പിച്ച് നടക്കാണെന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് അച്ചൂർ, നീ എന്തൊക്കെയോ സാധി പറയണമെന്ന് ചോദിക്കാം. അതെ ഋതു, നീ ആ പറഞ്ഞ ഒട്ടും ശരിയായില്ല കേട്ടോ, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അത് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല ഒരാളെ, ഇത് കുറെ കഷ്ടമുണ്ട് കേട്ടോ എന്ന് പറയണം. പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആളും കളിച്ച് ഋതു അങ്ങോട്ട് ഇരിക്കുകയാണ്. അച്ഛനും വല്ലാത്ത വിഷമമായിപ്പോയി. പിന്നീട് പല്ലവി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് സേതു വന്നിട്ട് പറഞ്ഞു, സങ്കടമായെന്ന് ചോദിക്കുക. ഇല്ല, എനിക്കറിയാം സങ്കടമായെന്ന്, സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ, അറിയാലോ അവളുടെ സ്വഭാവം. അതെ എന്താണ്, ഞാനൊരു സാരി എടുത്തരും, ആ സാരി തന്നെ എടുത്തരും, അത് ഉടുക്കണം എന്ന് പറയാം. വേണ്ട ചെയ്തോട്ടാന്ന് പറയാം. അതെന്താ എന്നോടും ദേഷ്യമാണോന്ന് ചോദിക്കുക. ഇല്ല, അന്നെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് അനുസരിക്കില്ലേന്ന് ചോദിക്കാം. അല്ല ഈ സാരിയൊക്കെ ചെയ്തോണ്ടായിരുന്നു മേടിക്കാന്ന് പറയാം. അതെന്താ, അത് ഈ സാരിയൊക്കെ കൊടുക്കുന്ന പുടവ കൊടുക്കുന്നതല്ലേ? ഓ അങ്ങനെയാണോ, എന്നാ കുഴപ്പമില്ല, അങ്ങനെ ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല, ഞാൻ വാങ്ങിച്ചെന്നാ പല്ലവി ഉടുക്കില്ലേന്ന് ചോദിക്കാം. ഞാൻ ഉടുത്തോളാം എന്ന് പറയാം. എന്നാ ആ സാരി തന്നെ ഞാൻ സെലക്ട് ചെയ്ത് തരാന്ന് പറയണം. അപ്പത്തേനും അച്ഛൻ 2-3 സാരി കേട്ടൊന്നു. ഇതെങ്ങനെയുണ്ട് പല്ലവി ചേച്ചിന്ന് ചോദിക്കാം. കുഴപ്പമില്ല. അതെ എന്റെ ഭാര്യയ്ക്കില്ല, ഇത് പല്ലവിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ സാരി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും പോയി എടുത്തേക്കല്ലെന്ന് പറയണം. ഇല്ലില്ല, ഞാൻ അതൊന്നും എടുക്കാൻ പോകുന്നില്ലേ. മിഥുനങ്ങളെ പോലെ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്, സേതുവും പല്ലവിയും കൂടെ. ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ സത്യത്തിൽ തോന്നിയെന്താ, പ്രണയിനികൾ നിൽക്കുന്ന പോലെയാണ് തോന്നിയത്. അതുപോലെ രണ്ടുപേരും കൂടെ കണ്ണിക്കണ്ണി നോക്കി അവിടെ നിൽക്കണേ. ഈ സമയത്ത് ഋതു അവിടുത്തെ അക്കൗണ്ട് മാനേജറെ അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, അതെ അതിന്റെ ബില്ല് കൊടുക്കണമെന്ന് പറയാം. അയ്യോ ഇത് കേട്ടപ്പോഴത്തേനും അയാൾ പറഞ്ഞു, അതെങ്ങനെയാ മാഡം ശരിയാന്നേ, കുറുപ്പേട്ടൻ പറഞ്ഞു വേണ്ടാന്നാ, കുടുംബത്തിലേക്കല്ലേ എടുത്തിരിക്കുന്നേ. ആണോ, അങ്ങനെയാണ്, അന്നൊരു കാര്യം ചെയ്യാം, നാളെ മുതൽ താനിവിടെ ഉണ്ടാകത്തില്ലെന്ന് പറയണം. ഇതേ സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ ബില്ല് അടിച്ചു കൊടുത്തേക്കണം, അതിന് പൈസ മേടിക്കണം, അതിന്റെ ഉത്തരവാദിത്തം തനിക്കാ, അല്ലെങ്കിൽ അറിയാലോ തന്റെ ജോലി പോകുന്നു പറയണം. ഇത് കേട്ടത് അയാൾ പറഞ്ഞു ശരിയെന്ന് പറയാണ്. പിന്നീട് എല്ലാ ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും കോഫിയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ കോഫിയൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും എല്ലാവർക്കും കൊടുത്തു. ഇനി അവിടുത്തെ പല്ലവിക്കാണ്. പല്ലവിയുടെ അടുത്തേക്ക് കോഫിയായിട്ട് ആ പയ്യൻ പോയി കഴിയുമ്പോഴത്തേനും അവനോട് ഉദ്ദേശിച്ചത് ആർക്കാ, അല്ല ആ മാഡത്തിന്. മാഡം ഏത് മാഡം? അതാ. ഇത് കേട്ട സ്വാതി പറഞ്ഞു, മാഡമാണ് പോലും ഞങ്ങളുടെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നാ. ഈ കണ്ടിട്ടില്ലേ ഈ വെള്ളപ്പൊക്കോ ദുരിതമൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഓരോരുത്തർ ഈ ഡ്രസ്സിനും ഇതിനൊക്കെ വേണ്ടി വരുന്ന ഫുഡിനൊക്കെ വേണ്ടി വീട്ടിൽ കൂടെ കയറി വരുന്നേ എന്ന് പറഞ്ഞ പോലെ ഒരാൾ കയറി വന്നാ. അത്രയും ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ടുള്ളൂ, അവർക്കാണോ കോഫിയും കൊണ്ട് പോണേ, അതിന്റെ കാര്യമൊന്നുമില്ല എന്ന് പറയണം. ആകെപ്പാടെ നാണം കെട്ട് പല്ലവി നിൽക്കുകയാണ്. സേതുവിന് ഇത് കേട്ട സങ്കടമായിപ്പോയി. ദേ അവരെ പോലെ ഒരാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ല നിങ്ങളുടെ കൂടെ വന്നല്ലേന്ന് ചോദിക്കുക. ഞങ്ങളുടെ കൂടെയോ? ദേ ഞങ്ങളുടെ കൂടെ കൂട്ടാൻ പറ്റിയതെന്ന് തോന്നുന്നുണ്ടോ അവളെ കണ്ടിട്ടെന്ന് ചോദിക്കുകയാണ്. അവളുടെ കോലം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് വല്ലാതെ സങ്കടം. പക്ഷെ സേതു അങ്ങനെ വിടാൻ കൂട്ടാക്കില്ല. സേതു തന്റെ കയ്യിൽ നിന്ന് കോഫിയായിട്ട് അങ്ങ് ചെല്ലുകയാണ്. പല്ലവി പറഞ്ഞു, ഇത് കുടിക്കുക, ഞാൻ ഈ ഉച്ച സമയത്ത് അങ്ങനെ കോഫിയൊന്നും കുടിക്കാറില്ലെന്ന് പറയണം. പല്ലവിക്കാണ് എന്ത് ചെയ്യണം നടത്തില്ല. വാങ്ങി കുടിക്കും, ഞാൻ അല്ലേ തരുന്നേന്ന് പറയാ. അങ്ങനെ പല്ലവി കുടിക്കുക. ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ബാക്കി ഋതുവും പത്മ പ്രതാപനും ഒക്കെ നിൽക്കുകയാണ്. അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് പ്രതാപൻ പോയിട്ട് ഓടി വരുവാണ്. അത് മോളെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് ഋതുവിനോട് പറയാം. എന്താ? അല്ല അവിടെ ഒരു വലിയ ആള് പാർട്ടീസാ വന്നിരിക്കുന്നത്, അവർക്ക് ഇവിടുത്തെ സെലക്ഷൻ ഒന്നും പോരാ, ഇഷ്ടപ്പെട്ടിട്ടില്ല. മോളൊരു കാര്യം ചെയ്യുക, ഒന്ന് ചെന്ന് ഡീൽ ചെയ്ത് ഇഷ്ടം പോലെ ക്യാഷുള്ള ടീംസാ, നല്ല പർച്ചേസിങ് നടക്കണ്ടെന്ന് പറയണേ. അങ്ങനെ ഋതു അങ്ങോട്ട് ചെല്ലുവാണ്. ഋതി എല്ലുമ്പത്തിന് അമ്മയും മോളും അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങണം. അയ്യോ മാഡം എന്താ വേണ്ടേന്ന് ചോദിക്കാം. ഇതേ ഇവിടെ എന്തൊക്കെയാ ഉള്ളത്, ഇത് കണ്ടോ, ഒരു കളക്ഷനും ഇല്ലാത്തൊരു കട, എപ്പോ വന്നാലും ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പത്തിന് ഋതു, അയ്യോ ഇവിടെ നല്ല കളക്ഷനൊക്കെ ഉണ്ടല്ലോ, എന്ത് ഒരു ഡ്രസ്സൻസും ഇല്ല ഇവിടെ വന്ന് കേട്ടിട്ട് ഒന്നും കിട്ടത്തില്ല. ഇത് കേട്ടപ്പം ഋതു പറഞ്ഞു, അങ്ങനെയല്ല, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഓ നല്ല വെറൈറ്റി കളറോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പിന്നെ എന്തിനാ ഈ കട ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നു ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പത്തേനും ഋതുവിന് നല്ല ദേഷ്യം വന്നു. ഋതു പറഞ്ഞു, അതെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, ഞങ്ങൾ ഈ കട നടത്താൻ വേണ്ടി വർഷങ്ങളായെന്ന് പറയാം. ഓഹോ വർഷങ്ങളായല്ലേ, എന്നിട്ട് ഇതിന്റെ ഒന്നും കാണുന്നില്ലോ, എന്തിനേറെ പറയുന്നു, നിങ്ങളുടെ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് പോലെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് അല്ലല്ലോ എന്ന് പറയണം. ഋതുവിന് ഇതിൽ പല അടി കിട്ടാനില്ല, കാരണം സേതുവും പല്ലവിക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ ആദ്യം നിങ്ങളുടെ കാര്യം ചെയ്യാം, ഡ്രസ്സില്ലെങ്കിലും മര്യാദ
എന്താന്ന് പഠിക്കുക. ആദ്യം പോയിട്ട് കടയിൽ വരുന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന്. കടയിലെ ഓണർ ഇതാണ്. വരുന്ന കസ്റ്റമേഴ്സിനോട് മാന്യമായിട്ട് സംസാരിക്കാൻ പോലും അറിയത്തില്ല. എന്നിട്ട് കടയും തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ഈ കടയിൽ ആൾക്കാർ കയറുക തന്നെ. പെട്ടെന്ന് പ്രതാപൻ ഋതുവിനോട് പറഞ്ഞു, മോളെ നീ ഇനി ദേഷ്യപ്പെടുന്നു പറയേണ്ടതെന്ന്. പിന്നെ പോന്നങ്ങളെ നിങ്ങൾക്ക് സൗകര്യം ഉണ്ട് നിങ്ങൾ എടുത്താൽ മതി എന്ന് പറയണം. അതെ രമേ, ഇനി മേലാൽ ഈ കടയിലേക്ക് പോലും കയറിയേക്കില്ല. പറഞ്ഞു കേട്ടല്ലോ. ഒരു സാധനമില്ല, ഡ്രസ് സെൻസ് തന്നെ കളർ സെൻസ് എന്നു പോലും അറിയത്തില്ലാത്ത ഒരു ഓണറെ പിടിച്ചിരുത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഇതിൽ പരം നാണക്കേട് ഋതുവിനുണ്ടാകാനില്ല. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പല്ലവി പറഞ്ഞു. പല്ലവി വന്നിട്ട്, അതെ ഒരു കട തുറന്നു നോക്കുമ്പോഴേ അത്യാവശ്യം കളർ സെൻസിനെ കുറിച്ചും പുതിയ പുതിയ മോഡലുകളെ കുറിച്ചും എല്ലാം അറിഞ്ഞിരിക്കണം. വിപണിയിൽ ഇറങ്ങുന്നത് ഇതൊന്നും അറിയില്ലാതെ കട തുറന്നു വെച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ എന്ന് പറയാണ്. ഇത്ര ഒരു അടി കിട്ടാനില്ലായിരുന്നു. ആ സമയത്ത് സേതു കൈയടിച്ചു പോയി. കാരണം ഇത്രയും പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് പോവാണ്. പല്ലവിക്ക് അടിക്കാൻ പറ്റിയ വടിയായിരുന്നു ആ സമയത്ത് കിട്ടിയത്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടപ്പെട്ടില്ല ഋതുവിനത്. അങ്ങനെ എല്ലാവരും അവസാനം സാധനങ്ങളൊക്കെ എടുത്ത് പോകാനായിട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും മാനേജർ വന്നിട്ട് ബില്ല് കൊടുക്കുകയാണ്. ബില്ല് കൊടുത്തപ്പോൾ കുർബാന ചോദിച്ചു, ഇതെന്താ ബില്ല് വേണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പെട്ടെന്ന് ഋതു വന്നിട്ട്, അതെ സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ ബില്ല് കൊടുക്കണം. ഇത് കേട്ടോ പ്രതാപം പറഞ്ഞു, അത് ശരിയാ, ഇവിടുന്ന് ഒരു തോർത്തുമുണ്ട് പോലും എടുത്താൽ പോലും മാധവേട്ടൻ പൈസ വാങ്ങിക്കുമായിരുന്നു. ഋതു പറഞ്ഞു, ഇവിടുന്ന് വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ചാൽ പോലും പൈസ കൊടുത്തിട്ടായിരുന്നു മേടിക്കുന്നത്, അതുകൊണ്ട് പൈസ കൊടുക്കണമെന്ന് പറയണം. ഇത് കേട്ട് സേതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പൈസ കൊടുത്തിട്ട് പോയാൽ മതി എന്ന് പറയാം. പെട്ടെന്ന് കുറിപ്പേട്ടൻ പറയും, അതെ അച്ഛൻ്റെ കല്യാണത്തിൽ ആരുടെ കല്യാണത്തിനാണെങ്കിലും ശരി പൈസ കൊടുത്തിട്ട് പോയാൽ മതി എന്ന് പറയണം. വല്ലാത്തൊരവസ്ഥയെ സേതു നിൽക്കുകയാണ്. സേതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സേതു എന്നിട്ട് ചോദിച്ചു, എത്രയാ രൂപയെന്ന് ചോദിക്കണം. 3 ലക്ഷം എന്ന് പറയണം. അത് കേട്ട് ഞാൻ വല്ലാത്തൊരമ്പരപ്പായി. എങ്ങനെ കൊടുക്കുമെന്ന് അറിയില്ല നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.